السلام عليكم ورحمة الله وبركاته. إن الحمد لله اللهم صل على سيدنا محمد وعلى آل سيدنا محمد. ഏറ്റവും പ്രിയപ്പെട്ട സത്യവിശ്വാസികളെ, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മുടെ എല്ലാ നല്ല ഉദ്ദേശങ്ങളും അല്ലാഹു പൂർത്തീകരിച്ചു തരുമാറാവട്ടെ. നമ്മുടെ ജീവിതത്തിലെ എല്ലാ പ്രയാസങ്ങളും പ്രതിസന്ധികളും അല്ലാഹു ദൂരീകരിച്ചു തരട്ടെ. ഒരുപാട് പേർ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ എല്ലാ മുറാദുകളും അല്ലാഹു പെട്ടെന്ന് ഹാസിലാക്കി കൊടുക്കട്ടെ. ജോലിയില്ലാതെ കഷ്ടപ്പെട്ട് പ്രയാസപ്പെട്ട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് അർഹമായ ജോലി അല്ലാഹു പെട്ടെന്ന് കൊടുത്തനുഗ്രഹിക്കട്ടെ. കടങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടി രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെട്ട് ദുആ വസിയത്ത് ചെയ്തവരുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ രോഗങ്ങളെയും കടങ്ങളെയും അല്ലാഹു എത്രയും പെട്ടെന്ന് സലാമത്തിലാക്കി കൊടുക്കട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. പ്രിയപ്പെട്ട സത്യവിശ്വാസികളെ, നാം നിലകൊള്ളുന്നത് പരിശുദ്ധമായ റമളാൻ ശരീഫിലെ അവസാനത്തെ പത്തിലാണ്. നമുക്കൊക്കെ അറിയാം, കഴിഞ്ഞ 2 പത്ത് അത് റഹ്മത്തിന്റെയും മഗ്ഫിറത്തിന്റെയും പത്തായിരുന്നു. റഹ്മത്തിന്റെ 10 നമ്മിൽ നിന്ന് വിട പറഞ്ഞു, മഗ്ഫിറത്തിന്റെ 10 അഥവാ പാപമോചനത്തിന്റെ 10 നമ്മിൽ നിന്ന് വിട പറഞ്ഞു പോയിരിക്കുകയാണ്. ഇപ്പൊ ഞാനും നിങ്ങളും നിലകൊള്ളുന്നത് ഈ പരിശുദ്ധമായ റമളാൻ ശരീഫിലെ അവസാനത്തെ 10ലാണ്, അഥവാ നരകമോചനത്തിന്റെ 10ലാണ്. ഇത്ഖും മിനന്നാർ, നരകമോചനത്തിന്റെ 10ലാണ്. നരകത്തിൽ നിന്ന് മോചനം ലഭിച്ച് സ്വർഗത്തിലേക്ക് കരകയറാനുള്ള, സ്വർഗത്തിൽ പ്രവേശിക്കുവാനുള്ള ഒരു മാസത്തിലാണ് ഞാനും നിങ്ങളും നിലകൊള്ളുന്നത്. അല്ലാഹു നമ്മളെ എല്ലാവരെയും സ്വർഗാവകാശികളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. അവന്റെ കത്തിയാളുന്ന നരകം നമുക്കും അവർ എല്ലാവർക്കും അല്ലാഹു ഹറാമാക്കുമാറാവട്ടെ. ആമീൻ എന്ന് ആത്മാർത്ഥമായ ദുആ ചെയ്യുകയാണ്. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധമായ റമളാൻ ശരീഫിലെ അവസാനത്തെ 10 അഥവാ ഇത്ഖും മിനാറിന്റെ 10 നാം അധികരിപ്പിക്കേണ്ട ദിക്ർ എന്താണ് എന്നതിനെ സംബന്ധിച്ചാണ് ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത്. വളരെ മഹത്വമേറിയ 10 അവസാനത്തെ 10. പലരും അത് ഇന്ന് മനസ്സിലാക്കാതെ പോവുകയാണ്. നമുക്കൊക്കെ അറിയാം, നമ്മുടെ പള്ളികളാണെങ്കിൽ ആദ്യത്തെ 10 നിറഞ്ഞു കവിയുകയാണ്, ആളുകളെ കൊണ്ട് നിറഞ്ഞു കവിയും. രണ്ടാമത്തെ 10 അത് പകുതിയായിക്കൊണ്ടിരിക്കും. അവസാനത്തെ 10 അഥവാ സ്വർഗത്തിലേക്ക് എല്ലാവരെയും അല്ലാഹു തആല ലക്ഷക്കണക്കിന് ആളുകളെ ഓരോ മണിക്കൂറുകളിലും ഓരോ മിനിറ്റുകളിലും ഓരോ സെക്കൻഡുകളിലും അല്ലാഹു തആല ഇങ്ങനെ സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കുന്ന ആ 10 നാം എല്ലാവരും അശ്രദ്ധവാന്മാരായി എല്ലാവരും അതിനെ വേണ്ടതുപോലെ പരിഗണിക്കാതെ പോവുകയാണ്. ആദ്യത്തെ 10ന്റെയും രണ്ടാമത്തെ 10ന്റെയും ആളുകളുടെ തിരക്കൊന്നും പള്ളികളിൽ മൂന്നാമത്തെ 10 സാധാരണ കാണാറില്ല. കാരണം അവസാനത്തെ 10 നമ്മുടെ സ്ത്രീകളാണെങ്കിലും പുരുഷന്മാരാണെങ്കിലും അവർ എല്ലാവരും ധരിച്ചിരിക്കുന്നത് ഷോപ്പിങ്ങിന്റെ 10 എന്ന ഒരു തെറ്റിദ്ധാരണയാണ് നമുക്കൊക്കെ ഉള്ളത്. എന്നാൽ എന്റെ പ്രിയമുള്ളവരെ, ഏറ്റവും മഹത്തായ 10 റമളാൻ ശരീഫിലെ 3 10 ഏറ്റവും മഹത്വം നിറഞ്ഞ 10 അവസാനത്തെ 10 എന്ന് നാം ഓരോരുത്തരും മനസ്സിലാക്കേണ്ടതുണ്ട്. ഈ അവസാനത്തെ 10 പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പഠിപ്പിച്ചത്. ഇതിൽ ഒറ്റയിട്ട ഏതോ ഒരു രാത്രിയിലാണ് ലൈലത്തുൽ ഖദർ ഉള്ളത് എന്ന്. പ്രബലമായ അഭിപ്രായം 27ാം രാവാണെങ്കിലും മഹത്വകരമെ പഠിപ്പിക്കുന്നുണ്ട്. അവസാനത്തെ 10 ഒറ്റയിട്ട രാവുകളിൽ നിങ്ങൾ ലൈലത്തുൽ ഖദറിനെ പ്രതീക്ഷിക്കണമെന്ന് മഹാന്മാർ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് വളരെ പുണ്യമേറിയ മഹത്തായ ഒരു 10 ദിനങ്ങളാണ് അവസാനത്തെ 10 ദിനങ്ങൾ, അഥവാ ഇത്ഖും മിനാറിന്റെ നരകമോചനത്തിന്റെ 10 ആയതുകൊണ്ട് പ്രിയമുള്ളവരെ, ഈ 10 നാം ഓരോരുത്തരും അധികരിപ്പിക്കേണ്ട ദിക്ർ നമുക്കൊക്കെ അറിയാം. നാം ഓരോരുത്തരും 5 വഖ്ത് നിസ്കാരങ്ങൾക്ക് ശേഷം അധികരിപ്പിക്കുന്നവരാണ്. ഏതാണ് ആ ദിക്ർ? അല്ലാഹുമ്മ അഅ്തിഖ്നി മിനന്നാർ വഅദ്ഖിൽനൽ ജന്നത യാ റബ്ബൽ ആലമീൻ. അല്ലാഹുമ്മ അഅ്തിഖ്നി മിനന്നാർ വഅദ്ഖിൽനൽ ജന്നത യാ റബ്ബൽ ആലമീൻ. അല്ലാഹുമ്മ അഅ്തിഖ്നി മിനന്നാർ വഅദ്ഖിൽനൽ ജന്നത യാ റബ്ബൽ ആലമീൻ. ഈ ദിക്റാണ്. ഇതോടൊപ്പം വേറൊരു ദിക്റും കൂടിയുണ്ട്.
ഏതാ ദിക്റ്? അല്ലാഹുമ്മ ഇന്നക അഫുവൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി. അല്ലാഹുമ്മ ഇന്നക അഫുവൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി. അല്ലാഹുമ്മ ഇന്നക അഫുവൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി. ഈ രണ്ട് ദിക്റ് ഈ 10 ധാരാളമായി അധികരിപ്പിക്കേണ്ട ദിക്റാണ്. നമുക്ക് സ്വർഗം ലഭിക്കാൻ, നരകത്തിൽ നിന്ന് മോചനം കിട്ടാനുമുള്ള വളരെ അധികം മഹത്തായ ഒരു ദിക്റാണ് ഈ ദിക്റ്. എന്താണ് അതിൽ പറയുന്നത്? അല്ലാഹുമ്മ അഅ്തിഖ്നി മിനന്നാർ. അല്ലാഹുവേ, എന്നെ നീ നരകത്തിൽ നിന്ന് മോചിപ്പിക്കണമേ തമ്പുരാനെ. എന്നിട്ടോ വഅദ്ഖിൽനിൽ ജന്നത, സ്വർഗത്തിൽ നീ എന്നെ പ്രവേശിപ്പിക്കുകയും ചെയ്യണമേ എന്നാണ് ഇതിന്റെ അർത്ഥം. അതിന്റെ അർത്ഥം മനസ്സിലാക്കി എല്ലാവരും ചൊല്ലുക, ധാരാളമായി അധികരിപ്പിക്കുക. മാത്രമല്ല പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പഠിപ്പിക്കുന്നുണ്ട്, ആരെങ്കിലും ഒരാൾ നരകത്തിൽ നിന്ന് 3 പ്രാവശ്യം കാവൽ ചോദിച്ചിട്ടുണ്ടെങ്കിൽ അല്ലാഹു തആല അവനക്ക് നരകത്തെ തൊട്ട് കാവൽ കൊടുക്കുമെന്നാണ്. ആരെങ്കിലും സ്വർഗത്തെ 3 പ്രാവശ്യം ചോദിച്ചിട്ടുണ്ടെങ്കിൽ അല്ലാഹു തആല അവനെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുമെന്നാണ്. അല്ലാഹു നമ്മയൊക്കെ സ്വർഗത്തിന്റെ അവകാശികളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ആമീൻ. ആയതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നാം എല്ലാവരും ഈ ദിക്റ് ധാരാളമായി അധികരിപ്പിക്കണം. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. പരിശുദ്ധമായ റമളാൻ ശരീഫിന്റെ അവസാനത്തെ ദിനത്തിലാണ് നാം ഓരോരുത്തർ നിലകൊള്ളുന്നത്. പരിശുദ്ധമായ റമളാൻ ശരീഫിലെ അവസാനത്തെ 10 ഓരോ ദിവസവും വളരെ അധികം ശ്രേഷ്ഠതയും പുണ്യവും നിറഞ്ഞതാണ്. അല്ലാഹു അതിന്റെ പുണ്യങ്ങളൊക്കെ മനസ്സിലാക്കി ജീവിതത്തിൽ ഉൾക്കൊണ്ട് ജീവിക്കാൻ അല്ലാഹു നമുക്കൊക്കെ തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ഒരുപാട് പേർ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട്. അല്ലാഹു അവരുടെയൊക്കെ എല്ലാ നല്ല മുറാദുകളും അല്ലാഹു ഹാസിലാക്കി കൊടുക്കട്ടെ. പ്രയാസങ്ങൾ പറഞ്ഞവരുടെ പ്രയാസങ്ങളെ അല്ലാഹു തആല ദൂരീകരിച്ചു കൊടുക്കട്ടെ. ജോലിയില്ലാതെ കഷ്ടപ്പെടുന്നവർക്ക് ഖൈറായ ജോലി കൊടുത്ത് അല്ലാഹു അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധമായ റമളാൻ ശരീഫിൽ ഞാനും നിങ്ങളുമൊക്കെ ചെയ്തു കൂട്ടിയ എല്ലാ സൽക്കർമ്മങ്ങളും അല്ലാഹു പരിപൂർണമായി സ്വീകരിക്കട്ടെ. വല്ല അപാകതകളും വന്നു പോയിട്ടുണ്ടെങ്കിൽ അവന്റെ റഹ്മത്ത് കൊണ്ട് അല്ലാഹു നമുക്കൊക്കെ വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാവട്ടെ. പരിശുദ്ധമായ റമളാൻ ശരീഫിലെ റഹ്മത്തിന്റെ 10 കാരുണ്യം ലഭിച്ച വിഭാഗത്തിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തുകയും മഗ്ഫിറത്തിന്റെ 10 നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ പാപങ്ങളൊക്കെ പുറത്തു തന്ന 10 അല്ലാഹു നമ്മയൊക്കെ സ്വീകരിക്കുമാറാവട്ടെ. അവസാനത്തെ 10 അല്ലാഹു തആല നരകമോചനം തന്ന് സ്വർഗത്തിൽ കടത്തുന്ന സ്വർഗാവകാശികൾ നമ്മയൊക്കെ അല്ലാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധമായ റമളാൻ ശരീഫ് അനുകൂലമായി സാക്ഷി നിൽക്കുന്ന വിഭാഗത്തിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. മരിക്കുന്നതിന് മുമ്പ് മഖ്ബൂലും മബ്റൂറുമായ ഹജ്ജും ഉംറയും ജീവിതത്തിൽ ഒരു തവണയെങ്കിലും കുടുംബത്തോടൊപ്പം ചെന്ന് ചെയ്യാനുള്ള തൗഫീഖും ഭാഗ്യവും അല്ലാഹു നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.